സുചിത്ര എടുത്തയാണല്ലോ. എന്തെങ്കിലും കാര്യമായ വിശേഷം അല്ലെങ്കിൽ ഏട്ടത്തെ എന്നെ വിളിക്കാറില്ല. ആ നോക്കാം. ഹലോ ഏട്ടത്തി, എന്തിനാ വിളിച്ചേ? അവിടെ വിശേഷം വല്ലതും ഉണ്ടോ? മനോജ്, അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിരുന്നു. ഇല്ല. എന്താ ഏട്ടത്തി? അച്ഛനും അമ്മയും കാണാനില്ല. കാണാനില്ലെന്നോ? ഇല്ല. വെളുപ്പിന് ചായയായിട്ട് ചെന്നപ്പോ രണ്ടുപേരെയും കാണാനില്ല. ഞങ്ങൾ അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിച്ചിട്ടും ഒരു വിവരം ഇതുവരെ കിട്ടിയില്ല. അവര് രണ്ടുപേരും എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവരിത് എവിടെ പോവാനാ? അറിയില്ല. അവിടെ വന്നോന്നറിയാനാ മനോജിനെ വിളിച്ചത്. എടുത്തി, അവര് വീട് വിട്ട് പോവാൻ തക്കവണ്ണം എന്താ അവിടെ സംഭവിച്ചത്? എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ? മനോജ്, അതൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാ വേണ്ടത്. എടുത്തി, പോലീസിനെ അറിയിച്ചില്ലേ? ജഗൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പോരാ, നീ കുറുപ്പ് സാറിനെ കൊണ്ട് വിളിച്ച് പറയിക്കണം. എങ്കിലേ അന്വേഷണത്തിന് ഊർജിതം ഉണ്ടാകും. വയസ്സുകാലത്ത് അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ പേര് ദോഷവും കുറ്റബോധവും ഒരു കാലത്തും വിട്ടുമാറില്ല. അത് ഓർമ്മ വേണം. എടുത്തി, ടെൻഷൻ ആവാതെ. അവരെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തോളാം. ഹലോ ഹലോ ഹലോ. ഒളിക്കാനൊന്നും നോക്കണ്ട. ആരാ ഫോണിൽ വിളിച്ചേന്ന്? സുചിത്ര എടുത്തിയാ. അച്ഛനും അമ്മയും മിസ്സിംഗ് ആണ്. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യമാ എടുത്തി പറഞ്ഞത്. അച്ഛനും അമ്മയും മിസ്സിംഗ് ആണെന്നോ? ഓ, സന്തോഷായി. രണ്ടും എവിടെയെങ്കിലും പോയി ചത്ത് തോലഞ്ഞാ മതിയായിരുന്നു. ഏതായാലും നമ്മുടെ തലേന്നൊരു ഭാരം അങ്ങ് ഒഴിഞ്ഞു. ഹരിതയുടെ തലേന്ന് ഭാരം ഒഴിഞ്ഞെന്നോ? ഹരിത എന്താ അങ്ങനെ പറഞ്ഞു? അപ്പോ എന്റെ അച്ഛനും നിന്റെ ചേട്ടൻ പ്രകാശും തമ്മിൽ നടന്ന വാക്ക് തർക്കമൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുക്കണമെന്ന് നിന്റെ ചേട്ടൻ വാദിച്ചു. രണ്ടുപേരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല, ചന്ദ്രികാമ്മയുടെ ചുമതല മാത്രമേ ഏറ്റെടുക്കാൻ പറ്റൂ എന്ന് അച്ഛനും വാദിച്ചു. അങ്ങനെ ചന്ദ്രികാമ്മയുടെ ഉത്തരവാദിത്വം എന്റെ തലയിലേക്ക് പഴയതുപോലെ ചാഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാ ഈ രണ്ടുപേരും മിസ്സിംഗ് ആയിരിക്കുന്നത്. ആ കിളവനും കിളവിയും ഇനി ഒരിക്കലും ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ എന്റെ തലയിലാവുമെന്ന് ഭയന്ന് നിന്റെ തള്ള എന്ന ഭാരം അങ്ങ് ഒഴിയുന്നു. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ ചേട്ടന് സ്വന്തം തള്ളയോടും തന്തയോടും ഒരല്പം പോലും സ്നേഹമോ കടപ്പാടോ ഇല്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ജന്മം. മൂത്ത മോനായ അയാൾക്കില്ലാത്ത സ്നേഹവും കടപ്പാടും ഒന്നും ഇനി നീ ആയിട്ട് കാണിക്കാൻ നിക്കണ്ട. ഒളിച്ചോട്ടവും ദുരിതവും ഒക്കെ രണ്ടെണ്ണം സ്വയം അങ്ങ് അനുഭവിച്ചോട്ടെ. നീ പോയി നിന്റെ കാര്യം നോക്ക്. മതി. പ്രകാശനല്ലേ മനോജ്? ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ കുറച്ച് കരച്ചലും വിളിയും. ഓ, ജഗനെ ഒന്ന് കാണണമെന്നല്ലേ അയാൾ പറഞ്ഞുള്ളൂ. ജഗൻ വേഗം പോയി കാണാൻ നോക്ക്. ഞാനും വരാം. വേണ്ട, ഇനി ഒരു സേവനവും വേണ്ട. സൽസ്വഭാവിയായ മൂത്ത മകൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്ത മഹത്തായ സേവനങ്ങൾ കൊണ്ടൊക്കെ തൃപ്തിയായി. ഇനി ഒന്നിനും മെനക്കെടണമെന്നില്ല. അച്ഛനും അമ്മയും പങ്കുവെച്ച് അമ്മയുടെ അന്നത്തിനുള്ള പണം കൂടി ലാഭത്തിന്റെ പെട്ടിയിലാക്കിയില്ലേ? എന്നിട്ടും ആ പാവങ്ങളെ ഒരു അന്ത്യ സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? അവര് പെരുവഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തത് വയസ്സുകാലത്ത് അവർക്ക് തണലാവേണ്ട മൂത്ത മകനായ നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടും എന്തിനാ SI കാണാൻ വരുന്നത്? അച്ഛനെ അമ്മയെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിന് തന്നെ അവരെ തുരത്താനുള്ള കുതന്ത്രമായിട്ടാണോ? മതി.
പഴി ചാരാനുള്ള സമയമല്ല ഇത്. നിനക്ക് വേണമെങ്കിൽ വരാം. ഞാനും വരും. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറാം. ശരി. നമ്മൾ ഇങ്ങോട്ട് വന്നേ. ജഗ, എനിക്ക് പേടിയാവുന്നു. ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചറിയാൻ കഴിയാത്ത 2 ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒന്നും ആയിരിക്കില്ല. എന്നാലും അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അതിനെ ആയിരിക്കും എസ് ഐ വിളിപ്പിച്ചത്. കരയണ്ട, കരയല്ലേ, കരയേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. പേടിയാവുന്നു ജഗ. അയ്യോ, കരയല്ലേ, കരയാതെ. സർ, വരൂ. ജഗ